നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തെരു വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം. 28ാം ഭാഗത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, മലയാള സിനിമയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ചാനലുകൾ തുടർന്ന് കാണാം. ഇത് മുന്നേയുള്ള ഭാഗങ്ങൾ കാണുന്നതും ഉപകാരപ്രദമായിരിക്കും. 1961 അഥവാ 1961 വരെയുള്ള മലയാള സിനിമയുടെ ചരിത്രമാണ് കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞു വന്നത്. 1961 മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. 2 കുചേല സിനിമകൾ ഇറങ്ങി. 2 കുചേല സിനിമകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഭക്തകുചേല, 2 കൃഷ്ണകുചേല. മേരിലാൻഡ് സ്റ്റുഡിയോയും ഉദയായും പ്രൊഡ്യൂസ് ചെയ്ത ചിത്രങ്ങളായിരുന്നു ഇത്. ചിത്രങ്ങൾ അത്ര വിജയിക്കുകയൊന്നും ചെയ്തില്ല. പക്ഷേ മറ്റൊന്നുണ്ടായി. മലയാളി ഇന്നും മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന, പാടുന്ന, തത്വവിചാരം ചെയ്യുന്ന ഒരു ഗാനം കുചേലയിലൂടെ പുറത്തേക്ക് വന്നു. ഈശ്വരചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ എന്ന കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനം ഓർക്കാത്തവർ ഉണ്ടാകില്ല. ഇതെഴുതിയത് തിരുനായനാർ കുറിച്ചി മാധവൻ നായരാണ്. അദ്ദേഹം രചിച്ച ഈ ഗാനത്തിന് സംഗീതം ചെയ്തത് ബ്രദർ ലക്ഷ്മണനുമായിരുന്നു. തിരുനായനാർ കുറിച്ചി മാധവൻ നായർ എഴുതിയ ഈ ഗാനം ഇന്നും ഒരു ക്ലാസിക്കായി തന്നെ നിലനിൽക്കുന്നു. ഈ ചിത്രത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. കടുവാക്കുളം അഗസ്റ്റ് ആൻ്റണി ഈ സിനിമയിലേക്ക് എത്തുന്നത് ഇതിലൂടെയാണ്. കടുവാക്കുളം ആൻ്റണിയുടെ സിനിമാ പ്രവേശനം സാധ്യമാക്കി. അതേപോലെ അക്കാലത്തിറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു ജ്ഞാനസുന്ദരി. അതേപോലെ അരപ്പവൻ, ഉമ്മിണിത്തങ്ക എന്ന ചരിത്ര സിനിമ. ജ്ഞാനസുന്ദരിയിലൂടെയാണ് KS സേതുമാധവൻ ആദ്യമായി സംവിധാന രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് സിനിമാ ലോകത്ത് അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്ന കാര്യം നമുക്കറിയാമല്ലോ. അരപ്പവനിൽ മുത്തയ്യയും സത്യനുമാണ് അഭിനയിച്ചത്. ഉമ്മിണിത്തങ്ക ഒരു ചരിത്ര കഥയായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഉദയ ഈ പറയുന്ന കൃഷ്ണകുചേല എടുത്ത് തകർന്നിരിക്കുന്ന കാലം, വീണ്ടും അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നത് ഉദയ എടുക്കുന്ന ഉണ്ണിയാർച്ചയിലൂടെയാണ്. ഉണ്ണിയാർച്ച ഏറെ കളക്ട് ചെയ്ത ഒരു സിനിമയാണ്. വടക്കൻ പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ വടക്കൻ പാട്ട് കഥകളുടെ പശ്ചാത്തലത്തിലെടുത്ത ഉണ്ണിയാർച്ചയിൽ P. ഭാസ്കരൻ്റെ ഗാനങ്ങൾ വടക്കൻ പാട്ടിൻ്റെ ചുവടുള്ള ഗാനങ്ങളായിരുന്നു. അതേപോലെ തന്നെ N. ഗോവിന്ദൻകുട്ടി ശക്തമായ വേഷങ്ങൾ ചെയ്തിട്ടുള്ള വടക്കൻ പാട്ടുകളുടെ തിരക്കഥ എഴുതിയിട്ടുള്ള നടൻ ഗോവിന്ദൻകുട്ടി കടന്നു വരുന്നത് ഇക്കാലത്തെ ക്രിസ്തുമസ് രാത്രി എന്ന സിനിമയിലൂടെയാണ്. 1962 ആയപ്പോഴേക്കും മലയാള സിനിമ 15 എണ്ണം പുറത്തിറങ്ങി. അതാണ് ഒരു പ്രത്യേകത. അതിൽ ഭാഗ്യജാതകം എന്ന സിനിമ P. ഭാസ്കരൻ മാഷാണ് സംവിധാനം ചെയ്തത്. പിന്നീട് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായ, അങ്ങനെയായി തീർന്ന നായിക ഷീല കടന്നു വരുന്നത് ഭാഗ്യജാതകം എന്ന സിനിമയിലൂടെയാണ്. ഷീലയുടെ അരങ്ങേറ്റം ഭാഗ്യജാതകത്തിലായിരുന്നു. ഉദയയുടെ പാലാട്ടുകോമൻ, അതേപോലെ ഭാര്യ എന്നീ സിനിമകളും അക്കാലത്ത് പുറത്തിറങ്ങി. P. ഭാസ്കരൻ മാഷ് ആണ് ഈ ഭാഗ്യജാതകം സംവിധാനം ചെയ്തത് എന്ന് പറഞ്ഞല്ലോ. അക്കാലത്ത് തന്നെ ഭാസ്കരൻ മാഷ് മറ്റൊരു സിനിമ കൂടി സംവിധാനം ചെയ്തിരുന്നു, ലൈല മജ്നു. ഭാര്യ എന്ന സിനിമ തിരുവല്ലയിൽ നടന്ന ഒരു സംഭവകഥയെ ആസ്പദമാക്കി കാനം EJ എഴുതിയ നോവലിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു. ഇതൊക്കെയാണ് 1961 അവസാന കാലഘട്ടത്തിലും 62 ആദ്യ കാലഘട്ടത്തിലും സംഭവിച്ചത്. അതേപോലെ പാട്ടിൻ്റെ വഴികളിലൂടെ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ നടന്നു. പാട്ടിൽ മലയാള അലങ്കാരങ്ങൾ, അല്ലെങ്കിൽ കവിതയിൽ അലങ്കാരങ്ങളും പാട്ടുകളുമായിട്ട് അഭേദ്യ ബന്ധമുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയും 1-2 അലങ്കാരങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. ഇത്തവണ നമുക്ക് ഉൽപ്രേക്ഷ എന്ന അലങ്കാരത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക ഉൽപ്രേക്ഷ അലങ്കൃതി. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ, ഒരു വസ്തുവിന് വേറൊരു വസ്തുവിൻ്റെ ധർമ്മമാണ് ചെയ്യുന്നത്, അതാണോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക ഉൽപ്രേക്ഷ അലങ്കൃതി എന്ന് പറഞ്ഞാൽ, ഉപമേയത്തിൽ, വസ്തുവിൽ ഉപമാനത്തിന് എന്തിനെയാണ് നമ്മൾ കാണുന്നത്, അതിൻ്റെ ധർമ്മങ്ങൾക്ക് ചേർച്ച കണ്ടിട്ട് ആ ഉപമാനം തന്നെയാണ് ഈ ഉപമേയം എന്ന് ബലമായി സംശയിക്കുന്നതാണ് ഉൽപ്രേക്ഷ. ഒരു വസ്തുവിനെ നാം കാണുന്നു, മറ്റൊരു വസ്തുവിൻ്റെ ധർമ്മം നമ്മൾ മനസ്സിലാക്കുന്നു.
അത് ആ ധർമ്മം മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെയും അത് തന്നെയല്ലേ, അത് ആണാണോ ഇത്, അത് തന്നെയല്ലേ ഇതും എന്ന് ശങ്കിക്കുന്നതാണ്. അല്ലെങ്കിൽ അത് അങ്ങനെ ബലമായി സംശയിക്കുന്നതാണ് ഈ പറയുന്ന ഉൽപ്രേക്ഷ എന്ന അലങ്കാരം. ഈ അലങ്കാരം ഏറെ സിനിമാ ഗാനങ്ങളിൽ വന്നിട്ടുണ്ട്. കമലശ്രീ ഹരിപ്പാനോ കരം നീട്ടുന്നു വെൺമതി, ഒരു ഉദാഹരണം അതാണ്. കമൽശ്രീ ഹരിപ്പാനോ, കമലം എന്ന് പറഞ്ഞാൽ താമര, അതിൻ്റെ ഐശ്വര്യം ഇല്ലാതാക്കാനാണോ കരം നീട്ടുന്നു വെൺമതി? ആര്? വെൺമതി, ചന്ദ്രൻ കരം നീട്ടുന്നു. ഉദാഹരണത്തിന് ചന്ദ്രൻ രശ്മികളെ പ്രസരിപ്പിക്കുന്നത് കമലത്തിൻ്റെ, അതായത് താമരയുടെ ശ്രീഹരിക്കുന്നതിന് വേണ്ടിയാണോ എന്ന് സംശയിക്കുന്നു. നോക്കൂ, എത്ര ബലമായൊരു സംശയമാണ്. വള്ളത്തോളിൻ്റെ മറ്റൊരു കവിതയുണ്ട്. നെട്ടയെങ്ങനെ വളർന്നതാമാനം മുട്ടി നിൽപ്പൊരു തരുക്കളിലെല്ലാം. നെട്ടയെങ്ങനെ വളർന്നതാമാനം, അങ്ങനെ മാനം മുട്ടെ വളർന്നേക്കുവാണ്. എന്തെന്ന്? തരിക്കളെല്ലാം, വൃക്ഷങ്ങളെല്ലാം മാനം മുട്ടെ വളർന്നു നിൽക്കുന്നു. പക്ഷേ കെട്ടിഞ്ഞാന്നു മരണത്തിന് ചെന്നേർപ്പെട്ട പോലെ കടവാതിൽ കിടന്നു. കെട്ടിഞ്ഞാന്നു മരണത്തിന് ചെന്നേർപ്പെട്ട പോലെ കടവാതിൽ കിടന്നു. കടവാതിൽ തല കീഴാക്കി അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണല്ലോ ചെയ്യുക. അങ്ങനെ കടവാതിൽ അതിൽ കിടക്കുന്നത് ഏതാണ്ട് ആത്മഹത്യ ചെയ്യാനാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കെട്ടിഞ്ഞാന്നു മരണത്തിന് ചെന്നേർപ്പെട്ട പോലെ കടവാതിൽ കിടന്നു. ഇത് വള്ളത്തോളിൻ്റെ ഒരു കവിതയാണ്. ഇത്തരം ചില അലങ്കാരങ്ങൾ മലയാള സിനിമാ ഗാനങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ വരുന്നുണ്ട്. ഇത് വരുന്നതുമാണ്. വരുമ്പോഴാണ് അതിൻ്റെ ഒരു ചമൽക്കാര ഭംഗിയും ഗരിമയും ഒക്കെ ഉണ്ടാകുന്നത്. അത് അറിഞ്ഞോ അറിയാതെയോ എത്തുകയും ചെയ്യും. നോക്കൂ, ഒരു വസ്തുവിനെ പല രീതിയിൽ നമുക്ക് കാണാം. കാണുന്ന ഒരു വസ്തുവാണെങ്കിലും അത് പല രീതിയിൽ കാണാം. ചന്ദ്രനെ തന്നെ കണ്ടത് നോക്കൂ. വെൺചന്ദ്ര ലേഖയൊരു അപ്സരസ്ത്രീ, വെൺചന്ദ്ര ലേഖയൊരു അസ്പരസ്ത്രീ, വിഭ്രലംബ ശൃംഗാര നൃത്തമാടാൻ വന്ന അപ്സരസ്ത്രീ. വെൺചന്ദ്ര ലേഖയൊരു അപ്സരസ്ത്രീയാണ്, വിഭ്രലംഗ ശൃംഗാര നൃത്തമാടാൻ വന്ന അപ്സരസ്ത്രീയാണ് എന്ന് ആരെ കാണുന്നു? വയലാർ കാണുന്നത് ചന്ദ്രനെ അങ്ങനെയാണ്. ചന്ദ്രനെ കാണുന്നു വയലാർ. വെൺചന്ദ്ര ലേഖയൊരു അപ്സരസ്ത്രീ, വിഭ്രലംബ ശൃംഗാര നൃത്തമാടാൻ വന്ന അപ്സരസ്ത്രീയായിട്ടാണ് വയലാർ ചന്ദ്രനെ കണ്ടതെങ്കിൽ പി ഭാസ്കരൻ മാഷ് കാണുന്നത് അങ്ങനെയല്ല. പതിവായി പൗർണമി തോറും പടിവാതിലിനപ്പുറമെത്തി കണിവെള്ളരി കാഴ്ചവെക്കും. അങ്ങനെ കണിവെള്ളരി കാഴ്ചവെക്കുന്ന, പതിവായി പടിവാതിലിനപ്പുറത്തെത്തിയിട്ട് എല്ലാ പൗർണമി തോറും കണിവെള്ളരി കാഴ്ചവെക്കുന്ന ഒരു പ്രകാശപൂരിതമായ ഒരു സൗന്ദര്യത്തെയാണ് ചന്ദ്രനായി ഭാസ്കരൻ മാഷ് കാണുന്നത്. എന്നാൽ ONV പൊന്നരി വളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, പൊന്നരിവാള് അമ്പിളി ഒരു പൊന്നരിവാളായിട്ട് കാണുന്നത്. ചന്ദ്രനൊരു പൊന്നരിവാളിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ പൊന്നരിവാളായിട്ട് തന്നെയാണ് ONV കാണുന്നത്. ഒരേ വസ്തു തന്നെയാണ് മൂന്ന് പേരും മൂന്ന് രീതിയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരേ കാര്യത്തെ നാം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം. വസ്തു ഒന്നായിരിക്കാം, എഴുത്തുകാരൻ്റെ, പാട്ടുകാരൻ അല്ലെങ്കിൽ ഗാനരചയിതാവിൻ്റെ കാഴ്ചയാണ് അതിലെ പ്രധാനം. പക്ഷേ കവിത എഴുതുമ്പോൾ നമുക്ക് കവിതയായിട്ട് തന്നെയാണ് ആസ്വാദകൻ അത് വായിക്കുന്നത്, ആസ്വദിക്കുന്നത് ഒക്കെ ചെയ്യുന്നത്. വായനക്കാരൻ ആസ്വദിക്കുന്നതും വായിക്കുന്നതും അനുഭൂതി തലത്തിലേക്ക് എത്തിക്കുന്നതും കവിതയായിട്ടാണ്. അതിൻ്റെ സ്വതന്ത്ര നിലനിൽപ്പുണ്ട്. സിനിമാ ഗാനങ്ങൾക്കിങ്ങനെ സ്വതന്ത്ര നിലനിൽപ്പുണ്ടെങ്കിൽ, പഴയ ഗാനങ്ങൾക്ക് സ്വതന്ത്ര നിലനിൽപ്പുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, എങ്കിൽ പോലും അത് ചേർത്ത് വെച്ച് നമ്മൾ നോക്കുന്നത് സിനിമയായിട്ട് ചേർന്നാണ്. അപ്പോൾ സിനിമയുടെ പശ്ചാത്തലം, ആ മുഹൂർത്തം, അതുമൊക്കെയായിട്ട് ചേരണം. നമുക്കിഷ്ടം പോലെ ഒരു വസ്തുവിനെ കണ്ട് പാട്ട് എഴുതി സിനിമയിൽ ചേർക്കാനാവില്ല. ആ സിനിമയിലെ സിറ്റുവേഷനനുസരിച്ചാണ് പാട്ട് എഴുതേണ്ടത്. ആ സിറ്റുവേഷനിൽ ഇതുപോലെ ബിംബങ്ങളോ മറ്റോ വരുമ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് നമ്മളുടെ കാഴ്ചപ്പാടനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, വളരെ മനോഹരമാക്കാൻ പറ്റും. ഇതുപോലുള്ള അലങ്കാരങ്ങൾ അതിലേക്ക് കയറി വരുന്നതായും കാണാം. ഇനിയും തുടർന്ന് നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം. നമസ്കാരം.